ഫ്രൈ ആണ് കേട്ടോ. ഒരു സ്പെഷ്യൽ ഒരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കടൽ കോല എന്ന് പറഞ്ഞൊരു മീനാണ് കേട്ടോ. അത് വറക്കാനും വെക്കാനും ഒക്കെ നല്ല ടേസ്റ്റിയാണ് ആ ഫിഷ്. റയറായിട്ട് നമ്മളത് വാങ്ങാറുള്ളൂ ഇവിടെ കേട്ടോ. അപ്പോൾ അതിനായിട്ട് അതിന് അരപ്പ് വേണമല്ലോ. അരപ്പിന് വേണ്ടി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂണോ 2 സ്പൂൺ നമ്മളെടുക്കുന്ന മീനനുസരിച്ച്. ഇപ്പോൾ ഒരു 5-8 മീൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു വലിയ സ്പൂണിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിലാണ് ഫിഷൊക്കെ വറക്കുന്നത്. ഇത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഫിഷ് കറിക്കുള്ളതാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഫിഷ് ഫ്രൈ ആണ് കാണിക്കുന്നത്. നമ്മുടെ പേസ്റ്റൊക്കെ നല്ലപോലെ പേസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ അരപ്പൊക്കെ നല്ലപോലെ അരഞ്ഞ് നല്ലപോലെ വന്നിട്ടുണ്ട്. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഉണ്ടല്ലോ, കടൽ പോലെ. അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിലേക്ക്, ഇപ്പം വറുക്കാനുള്ള മീൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. നല്ല ഫ്ലഷുള്ള മീനാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും വറുത്താലൊക്കെ. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒരു ചീഞ്ചട്ടിയിലേക്ക് നമ്മൾ എടുത്തൊഴിച്ചു. ഇതിനകത്ത് നമ്മൾ ഒരു തുള്ളി പോലും മുളക് പൊടി ചേർത്തിട്ടില്ല. അതിന് പകരമായിട്ട് പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. ഉപ്പ് കുറച്ച് കുറവുണ്ട്. കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിനുശേഷം ഒരു 5 മിനിറ്റ് ഫിഷ് ഇങ്ങനെ തന്നെ മാറ്റി വെക്കണം കേട്ടോ. അതിനുശേഷമാണ് നമ്മളിപ്പോൾ വറക്കാൻ എടുത്തിരിക്കുന്നത്. ചൂടാക്കി വെച്ചിരിക്കുന്ന ചീഞ്ചട്ടിയിലേക്ക് നമ്മൾ മീൻ വറക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. നല്ലപോലെ ചൂടാവുന്നുണ്ട്. ഒരു സൈഡ് ചൂടായതിന് ശേഷം അടുത്ത സൈഡ് മറിച്ചിടണം കേട്ടോ. ഇത് ബാക്കി വരുന്ന മീനാണ്. ബാക്കിയുള്ളതും കൂടി വറക്കാനായിട്ട് നമ്മൾ ആ പേസ്റ്റ് പുരട്ടി വെക്കുകയാണ് മീനിലേക്ക്. ഇത് വെക്കാനുള്ള മീനാണ്. കണ്ടോ, നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയത് കണ്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റോട് ഫ്രഷാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.